പ്രിയമുള്ളവരെ, വചനജ്വാല 1677 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 4 ശനിയാഴ്ച. എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ദുഃഖശനിയായി ആചരിക്കുന്ന വൻസുദിനം. നോമ്പുകാലത്തിന്റെ അവസാനമായ ഇന്ന് സായാഹ്നത്തോടെ പെസഹ കാലം ആരംഭിക്കുന്നു. ഇന്ന് രാത്രി മുഴുവനും ജാഗരണ ശുശ്രൂഷകൾ നടത്തി ഉയർപ്പിനെ നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പ്രവചന വായന, പുതിയ തീയുടെ വെഞ്ചിരിപ്പ്, പെസഹ തിരി കത്തിക്കൽ, വെള്ളം വെഞ്ചിരിപ്പ് എന്നിവയാണ് പ്രധാനം. നമുക്കും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന് ഉയർപ്പ് തിരുനാളിന് ഒരുങ്ങാം. ഉയർത്തെഴുന്നള്ളിയ ഈശോയെ സ്വാഗതം ചെയ്യാൻ നമ്മളെ ഒന്നുകൂടി പവിത്രീകരിക്കാം. ദിവ്യ ജനനിയോട് ചേർന്ന് നമുക്കും ഉയർപ്പ് തിരുനാളിനായി കാത്തിരിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 47 അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളും 48 അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളും നമുക്ക് ശ്രമിക്കാം. 47 അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. 1 മുതൽ 7 വരെയുള്ള തിരുവാക്യങ്ങൾ. ഫിലിസ്ത്യർക്കെതിരെ ഫറവോ ഗാസ പിടിച്ചടക്കുന്നതിന് മുൻപ് ഫിലിസ്ത്യരെ കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ വടക്ക് നിന്ന് ജലമുയരുന്നു, അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായി തീരും. ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും. ജനങ്ങൾ നിലവിളിക്കും, ദേശവാസികളെല്ലാം വിലപിക്കും. അവന്റെ കുതിരകളുടെ കുളമ്പടിയും രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവം കേട്ട് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു. അവരുടെ കടങ്ങൾ അത്ര ദുർബലമാണ്. ഫിലിസ്ത്യരെ ഉന്മൂലനം ചെയ്യുകയും ടയറിലെയും സീദോനിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു. കഫ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്ത്യരെ കർത്താവ് നശിപ്പിക്കും. ഗാസ ശൂന്യമായി, അഷ്കലോൺ നശിച്ചിരിക്കുന്നു. അനാക്കിമിന്റെ അവശിഷ്ടമേ, എത്രനാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും? കർത്താവിന്റെ വാളെ, എന്ന് നീ നിശ്ചലമാകും. നീ ഉറയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക. കർത്താവ് നിയോഗിച്ചിരിക്കെ അതെങ്ങനെ സ്വസ്ഥമാകും? അഷ്കലോണും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അയച്ചിരിക്കുന്നു. നമ്മൾ 48 അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നമുക്ക് ശ്രമിക്കാം. മൊവാബ്യർക്കെതിരെ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് മൊവാബിനെ കുറിച്ച് അരുളി ചെയ്യുന്നു, നെബാക്ക് ദുരിതം, അത് ശൂന്യമായിരിക്കുന്നു. അന്യാധീനമാകയാൽ കരിയാത്തിയും ലജ്ജിക്കുന്നു. കോട്ട അപമാനിതമായി, അത് തകർക്കപ്പെട്ടു. മൊവാബിന്റെ പ്രശസ്തി അസ്തമിച്ചു. ഹെഷ്ബോണിൽ വെച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു. വരുക, ഒരു ജനതയാകെ നമുക്കവളെ വിച്ഛേദിക്കാം. ഭ്രാന്തന്മാരെ, നിങ്ങളും നിശ്ചയം നിശബ്ദരാക്കപ്പെടും. വാൾ നിങ്ങളെ പിന്തുടരും. ഇതാ
കൊറോണയിൽ നിന്ന് ഒരു വിലാപസ്വരം, ശൂന്യത, ഭീകര നാശം. മോവാബ് നശിച്ചു, സോവാർ വരെ രോദനം മുഴങ്ങുന്നു. അവർ കരഞ്ഞുകൊണ്ട് ലൂഹിത് കയറ്റം കയറുന്നു. ഹൊറോണായും ഇറക്കത്തിൽ അവർ നാശത്തിന്റെ ആർത്തനാദം കേട്ടു. ഓടി രക്ഷപ്പെടുവിൻ, മരുഭൂമിയിലെ കാട്ടുകഴുതയെപ്പോലെ ഓടുവിൻ. കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു, നീയും പിടിക്കപ്പെടും. കൊമോഷ് ദേവൻ പ്രവാസിയാകും. അപ്പോ ഒപ്പം അവന്റെ പുരോഹിതന്മാരും പ്രഭുക്കളും. കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരം തോറും സംഹാരകൻ വരും. ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല. താഴ്വരകൾ തകർക്കപ്പെടും, സമതലങ്ങൾ നശിക്കും. മോവാബിന് ചിറകു നൽകുവിൻ, അവൾ പറന്നു പോകട്ടെ. അവരുടെ നഗരങ്ങൾ ശൂന്യമാകും, അതിലാരും വസിക്കുകയില്ല. കർത്താവിന്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ, വാളുകൊണ്ട് രക്തം ചെരിയാത്തവൻ ശബ്ദൻ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ ഇസിദോറിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം കൂടെയാണ്. സഹോദരനായ 3 പേരും വിശുദ്ധരായി. സഹോദരി ഫ്ലോറാന്തിനോയുടെ ആവശ്യപ്രകാരമാണ് കത്തോലിക്ക വിശ്വാസം എന്ന ഗ്രന്ഥം എഴുതിയത്. 40-ാം വയസ്സിൽ സഹോദരൻ ലയാൻഡറിന്റെ പിൻഗാമിയായി മെത്രാപോലീത്തായായി. 40 വർഷത്തോളം ആ സ്ഥാനം തുടർന്നു. മരിക്കാറായപ്പോൾ സമ്പാദ്യമെല്ലാം ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുത്തു. ചാരം നെറ്റിയിൽ പൂശി ദൈവത്തോടും മനുഷ്യരോടും മാപ്പ് അപേക്ഷിച്ചു. നല്ല പ്രഭാഷകനും എഴുത്തുകാരനുമായിരുന്നു. 76-ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ദൈവസന്നിധി പൂകിയ വിശുദ്ധ ഇസിദോറിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഇന്ന് നമ്മൾ ദുഃഖ ശനി ആഴ്ച ആചരിക്കുകയാണ്. നാളെ നാം ഈസ്റ്റർ ആഘോഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നല്ലൊരു ഈസ്റ്ററിനായി ഒരുങ്ങാം.